ഇറാനിൽ യുദ്ധം രൂക്ഷമായതിനു ശേഷം ഖമനേയ്ക്ക് എന്തു പറ്റി എന്നുള്ളതിൻ്റെ ചർച്ചകളെല്ലാം നടക്കുന്നു. പക്ഷേ ഖമനേയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളതിനേക്കാൾ അവിടെ ഇറാൻ ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ്. കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും കൊല്ലപ്പെട്ടു. ഈ പറയുന്ന പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞർ മുതൽ കമാൻഡർമാർ മുതൽ മന്ത്രിമാർ മുതൽ ഈ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇറാൻ്റെ നേതൃത്വമാകെ ചിതറി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താവും ഖമനയുടെ ഇറാൻ്റെയും ഭാവി? ഇപ്പോൾ ശരിക്കും ഈ പറഞ്ഞു തന്നെയാണ് കാര്യം. കാരണം 7 ഹൈ റാങ്കിങ് ഒഫീഷ്യൽസിനെയും 10ഓളം ആണവ ശാസ്ത്രജ്ഞരെയും കൊന്നുകൊണ്ടാണ് ഇസ്രയേൽ ഇറാന് മേലുള്ള ആക്രമണം തുടർന്നത്. ആ തുടങ്ങി വെച്ച ആക്രമണം ഓരോ ഘട്ടത്തിലും ഇസ്രയേൽ മേൽക്കൈ നേടുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇടയ്ക്ക് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ട്. ടെല്ലവീവിലേക്ക്, ജെറുസലേമിലേക്ക് ഒക്കെ ആക്രമണമുണ്ട്. ഇപ്പോൾ എന്താ സംഭവിച്ചത് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ തുടർച്ചയായിട്ട് ഇറാൻ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആക്രമണത്തിൻ്റെ തോത് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടേക്ക് അയക്കുന്ന മിസൈലുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. അതായത് ഇറാൻ്റെ ആയുധ സംഭരണശാലകൾ ഏതാണ്ട് കാലിയായി വരുന്നു. അപ്പോൾ തുടർച്ചയായി മിസൈലുകളും ബോംബുകളും ഡ്രോണുകളും ഒക്കെ വർഷിച്ചാൽ ഇനി പിടിച്ചു നിൽക്കാൻ അവരുടെ കയ്യിൽ ആയുധങ്ങളില്ലാത്ത അവസ്ഥയാണ്. നിലവിൽ കേട്ട വിവരം അനുസരിച്ച് ചൈനയിൽ നിന്ന് കപ്പലുകളിൽ ആയുധങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ ഇവരെ സഹായിക്കേണ്ടത് നോർത്ത് കൊറിയയും റഷ്യയുമാണ്. പക്ഷേ അവർ പ്രത്യക്ഷമായിട്ട് നിലപാടൊന്നും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ അവസ്ഥ എന്താകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ന് പുലർച്ചെ ഉണ്ടായ സംഭവം ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ നേരിട്ട് അമേരിക്ക ആക്രമണത്തിനിറങ്ങുന്നു. അമേരിക്ക പറയുകയാണ് ഞങ്ങൾ നദാൻസ്, അതുപോലെ ഫോർദോ, ഇസ്ഫഹാൻ എന്നീ പറയുന്ന 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. 6 B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചത് ബങ്കർ ബസ്റ്റർ ബോംബാണോ എന്നത് മാത്രമേ ഉള്ളൂ ഇനി വ്യക്തമാകാൻ. കാരണം ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചാൽ മാത്രമേ ഫോർദോ പോലെയുള്ള ആണവ ഗവേഷണ കേന്ദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇത് തകർത്തുകൊണ്ട് കയറാൻ പറ്റുള്ളൂ. ഈ അടിത്തട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 250 അടിയോളം താഴെയാണ് ഇത്തരത്തിലൊരു ഗവേഷണ കേന്ദ്രം നിലനിൽക്കുന്നത്. ഈ ഗവേഷണ കേന്ദ്രം തകർക്കണമെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബ് കോൺക്രീറ്റ് പാടില്ലാണ്ട് 20-25 അടിയെങ്കിലും തകർത്ത് താഴെ ചെന്ന് ഇത് പൊട്ടിച്ചു തരണം. അത്തരത്തിലൊരു നീക്കം നടത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നില്ല. പകരം ഒരു ചരിത്ര നിമിഷമെന്നേ പറയുന്നുള്ളൂ. ഇതിന് കൃത്യമായിട്ട് ഞങ്ങളുടെ വിജയം, ഞങ്ങളുടെ നേട്ടം എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ ഇപ്പോൾ അയത്തുള്ള അലി ഖമനേയി തൻ്റെ ഒരു മെസ്സഞ്ചർ വഴി മറുപടി അയച്ചിരിക്കുകയാണ്. ഈ മറുപടി ഇങ്ങനെയാണ്: ബഹ്റൈനിൽ നിൽക്കുന്ന അമേരിക്കയുടെ നാവികസേനയ്ക്ക് നേരെ ആദ്യത്തെ ആക്രമണം നടത്തുക. അതായത് അമേരിക്കയെ മുട്ടുകുത്തിക്കാനായിട്ട് ഗൾഫ് രാജ്യങ്ങളിലുള്ള അവരുടെ ആർമി ബേസുകളെ തകർക്കുക. അതിൻ്റെ ഫസ്റ്റ് ഫേസാണ് ബഹ്റൈനിലെ ഈ നേവി സംഘത്തെ തകർക്കുക. ഇതിനുശേഷം തുടർച്ചയായ ആക്രമണത്തിലേക്ക് നമ്മൾ തിരിയുക. മറ്റൊന്ന് ഹോർമൂസ് കടലിടുക്കാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് അങ്ങ് പൂർണ്ണമായിട്ടും അടയ്ക്കുക. കാരണം അത് ഇറാൻ്റെ നിയന്ത്രണത്തിൽ വരും. അങ്ങനെ വന്നാൽ ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഈ വ്യാപാര ബന്ധത്തിന് വലിയ തടസ്സം നിൽക്കും. അപ്പം അമേരിക്കയ്ക്കുള്ള തിരിച്ചടി എന്ന നിലയിൽ ഇവർ പ്രവർത്തിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയ്ക്കെതിരായിട്ട് കൊണ്ടുവരാം. ഇതാണ് അയത്തുള്ള അലി ഖമനയുടെ പ്രഖ്യാപിത നയം. ഇതൊരു മെസ്സഞ്ചർ വഴിയാണ് അയച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ അയത്തുള്ള അലി ഖമന ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഇവർ ബങ്കറിൽ നിന്ന് മറ്റൊരു ബങ്കറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. മകൻ മുജ്തബ ഖമനയുമുണ്ട്. ഇവർ മാറുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഏത് രാജ്യത്തേക്കെങ്കിലും ഇനി രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ മുമ്പിൽ തുറന്നിരിക്കുന്ന ഒരു വാതിൽ അഫ്ഗാൻ്റെയാണ്. അപ്പോൾ അഫ്ഗാനിലേക്ക് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ അഫ്ഗാൻകാർ ഇവരെ സ്വീകരിച്ചേക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും അമേരിക്കയുടെ സ്വാധീനമുള്ള രാജ്യമല്ലേ അഫ്ഗാൻ. പക്ഷേ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടവും ഇറാനിലെ ഭരണകൂടവും തമ്മിൽ, പ്രത്യേകിച്ച് ഈ അയത്തുള്ള അലി ഖമനയുമായി ബന്ധപ്പെട്ട ഭരണകൂടം, കാരണം മത തീവ്രവാദം 2 രാജ്യങ്ങളിലും ശക്തമാണ്. അതുകൊണ്ട് ഖമനൈ അത്തരത്തിലേക്ക് ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. മാത്രമല്ല ഖമനൈ രക്തസാക്ഷിത്വം വഹിക്കുമെന്ന് ഏതാണ്ട് അദ്ദേഹം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തൻ്റെ പിൻഗാമിയാകാനായിട്ട് 3 പേരുടെ പേരുകളും ഖമനൈ നിർദ്ദേശിച്ചു. അപ്പോൾ ഇത്തരം ഒരു നിർദ്ദേശം നടത്തണമെങ്കിൽ ഖമനയ്ക്ക് താൻ ഇരിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് അമേരിക്ക കണ്ടെത്തും, അല്ലെങ്കിൽ മൊസാദ് കണ്ടെത്തും, തന്നെ തീർക്കുമെന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ ഒറ്റ ഒരു ഒത്തുതീർപ്പ് അല്ലെ ഒറ്റ അടിക്ക് തീർക്കുക എന്നുള്ള രീതിയിൽ ഖമനയെ കൊല്ലാൻ അമേരിക്ക തീരുമാനമെടുക്കും. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഖമനയെ കൊല്ലുമെന്ന്. അങ്ങനെ ഒരു പറച്ചിലുണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇറാന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ ആദ്യ സമയത്ത് ഹൈപ്പർസോണിക് മിസൈലുകൾ അയച്ചിരുന്നു. ഈ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഒപ്പം ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഒരു കൂട്ടം തന്നെ അയക്കുന്നു. അങ്ങനെ വന്നാൽ ഇവരുടെ അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം, താഡ് സംവിധാനം, ഡേവിഡ് സ്ലിംഗ്, ഇതിനെല്ലാം തന്നെ തകർക്കാൻ പറ്റും. തകർക്കുക എന്ന് പറയുന്നത് ഒരേ സമയം ഇത്രത്തോളം അറ്റാക്ക് നടന്നാൽ ഏതു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ഉണ്ടാകുന്ന സ്വാഭാവികമായ പിഴവുകൾ ഇസ്രയേലും സംഭവിച്ചു. അതുകൊണ്ടാണ് അവിടുത്തെ ടെല്ലവീവിലും ജെറുസലേമിലും ഹൈഫ തുറമുഖത്തും അടക്കം ആക്രമണം നടത്താൻ അവർക്ക് കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവർ വലിയ നാരേറ്റീവ് സൃഷ്ടിക്കുന്നു. അതായത് ഇസ്രയേൽ നിന്ന് കത്തുന്നു, അവിടെ വലിയ ബോംബാക്രമണം എന്നൊക്കെ. പക്ഷേ ഇസ്രയേൽ ഔദ്യോഗികമായിട്ട് പറയുന്നു ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞാൽ സൈറൻ മുഴക്കും. അപ്പോൾ ആളുകൾ ബങ്കറുകളിലേക്ക് നീങ്ങും.
സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നിൽക്കും, ഈ ആക്രമണം കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറങ്ങും. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇറാൻ്റെ തന്ത്രപ്രധാനമായ 2 കമാൻഡർമാരെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ കൊലപ്പെടുത്തി. അതായത് ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നത്തിന് തുടക്കം കുറിച്ച ഹമാസ് അറ്റാക്ക്, അതായത് കഴിഞ്ഞ 2023 ഒക്ടോബർ 7 നടന്ന ആ സമയത്ത് ഹമാസിന് പണവും ആയുധങ്ങളും ഒക്കെ നൽകിയത് 2 കമാൻഡർമാരാണ്. അതായത് അവിടുത്തെ IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഇതിൻ്റെ തന്നെ ഈ പലസ്തീൻ വിഭാഗമുണ്ട്. ഈ പലസ്തീൻ വിഭാഗത്തിൻ്റെ കമാൻഡറായ സയ്യിദ് ഇസാദി, അതുപോലെ തന്നെ ബെൻഹ ഷവിയാനി, ഈ 2 പേരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. ഒരാൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു, മറ്റൊരാൾ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ മൊസാദ് എത്ര കൃത്യമായിട്ട് ഇവരെ പിന്തുടരുന്നു, എത്രയോ കാലമായിട്ട്. കാരണം ഈ ആക്രമണത്തിന് ഇറാനിൽ നിന്ന് പണവും ആയുധങ്ങളും എത്തിച്ചു കൊടുക്കാൻ നിന്ന ഇടനിലക്കാരനെ കൊന്നുകൊണ്ടാണ് അവരൊരു പകരം വീട്ടത്. അപ്പോൾ ഒരു വശത്ത് ഇസ്രയേൽ അമേരിക്കയുമായി ചേർന്ന് ആണവ നിലയങ്ങൾ ഉൾപ്പെടെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് പഴയ വൈരാഗ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ വെച്ച് മൊസാദ് തങ്ങളുടേതായ ആസൂത്രണം നടപ്പാക്കുന്നു. ഇതല്ലേ ഇപ്പോൾ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് തീർച്ചയായിട്ടും മൊസാദിന് കൃത്യമായ നയമുണ്ട്, കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് മൊസാദ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയും ഇസ്രായേൽ പോലും മറ്റേതെങ്കിലും ഒരു നിലപാടിലേക്ക് മയപ്പെട്ടാൽ പോലും മൊസാദ് അവരുടെ വഴിയിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമാണ്. ഇപ്പോൾ 450ഓളം മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ഇനി അവർക്ക് അതിനുള്ള സാധ്യതയില്ല. കാരണം അവരുടെ ഒരു ഫയർ പവർ എന്ന് പറയുന്നത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ അറ്റാക്ക് ശക്തമാക്കുകയും ഇറാൻ ദുർബലമായി പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരാജയം മണക്കും. അങ്ങനെ പരാജയം മണത്താൽ എല്ലാം നഷ്ടപ്പെട്ടവൻ ആണവായുധം എടുത്ത് പ്രയോഗിക്കാം. അപ്പോൾ 83% സമ്പുഷ്ടീകരിച്ച യുറേനിയമുള്ള ഇറാൻ ഒരു പക്ഷേ ഫോർദോ എന്ന് പറയുന്ന സുപ്രധാനമായ, അല്ലെങ്കിൽ ഇത്രയും കാലം ലോകത്തിൻ്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് പ്രവർത്തിച്ച സ്ഥാപനം, അവിടെ നിന്ന് ഭൂമിക്കടിയിലെ ബങ്കറുകളിലൂടെ അല്ലെങ്കിൽ പ്രത്യേക അണ്ടർഗ്രൗണ്ട് പാതയുണ്ടല്ലോ, അതിലൂടെ മറ്റേതോ സ്ഥലത്തേക്ക് ഇവർ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒക്കെ മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആണവായുധം നിർമ്മിക്കാം. അങ്ങനെ ഒരു ആണവായുധം എടുത്ത് പ്രയോഗിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ലോകത്തിന് തന്നെ അറിയില്ല. അപ്പോൾ ഇവിടെ അയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന ഇറാൻ്റെ നേതാവ് തൻ്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അവസാന ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് വാണിംഗ് കൊടുക്കുന്നു, നിങ്ങളുടെ നാവികസേനയെ തകർത്തുകൊണ്ടായിരിക്കും ഞങ്ങളുടെ തിരിച്ചടി തുടങ്ങുന്നത്. ഒപ്പം തന്നെ ഈ അറേബ്യൻ രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കും. ഇത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് വലിയ പേടിയാണ്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പാകിസ്ഥാനിലെ സൈനിക മേധാവി അസിം മുനീറിനെ വിളിച്ചിരുത്തി ഈ ട്രംപ് പ്രത്യേക ഒരു വിരുന്നൊക്കെ നൽകിയത്. അതായത് പാകിസ്ഥാനിലെ പല സൈനിക താവളങ്ങളും ഇപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലെത്തി. അതായത് ഒരേ സമയം ഡീഗോ ഗാർഷ്യയിൽ നിന്ന് അവർ അറ്റാക്ക് ചെയ്യും, പാകിസ്ഥാനിൽ നിന്ന് അറ്റാക്ക് ചെയ്യും, ഗൾഫ് രാജ്യങ്ങളിലെ ആർമി ബേസുകളിൽ നിന്ന് അറ്റാക്ക് ചെയ്യും. ഇത്തരത്തിലൊരു ആക്രമണം നടന്നാൽ ഇറാൻ സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെടും. എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ലോക ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായും. അതായത് ഇറാനെ സമ്പൂർണ്ണമായി നശിപ്പിക്കുക എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ അമേരിക്ക എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ആയുധ പ്രയോഗമായിരിക്കും നടത്തുന്നത്. അതായത് ഞാൻ ഈ പറയുന്ന എന്ത് ചെയ്യും, ഇറാൻ ഈ പറയുന്ന ആണവായുധം ഉപയോഗിക്കുമോ എന്നുള്ളതിലേക്കൊന്നും എത്തില്ല. അതെത്തുന്നതിന് മുമ്പ് തന്നെ ആണവായുധത്തിൻ്റെ പറയും മുമ്പ് തന്നെ ഇസ്രയേലിനെ തകർത്ത് തരിപ്പണമാക്കാനായിരിക്കും അമേരിക്ക ഇറാനെ തകർത്ത് തരിപ്പണമാക്കാനായിരിക്കും അമേരിക്ക ഒരുമ്പെടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ പുതിയ അപ്ഡേഷനൊക്കെ വരുമായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.